ക്രൈസ്തവ സഭകളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നീക്കമായിരുന്നു കാണുന്നത്. ന്യൂനപക്ഷങ്ങൾ വരുതിയിലാക്കുന്നതാണോ എന്ന് അറിവില്ല. കാരണം FCR ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഉണ്ട്. അവരെ എല്ലാം ബാധിക്കുന്നതാണ്. കാരണം ഹൈന്ദവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളും എല്ലാം മതങ്ങളും എല്ലാം ഈ FCRയുടെ വകുപ്പിൽ വരുന്നതാണ്. ഇനി എന്തിനാണിത് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടോ ഒക്കെ ഉള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണോ ഇതിൽ കൂടെ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നിർബാധം ഈ സഭയ്ക്ക് അതിൻ്റെ ശുശ്രൂഷകൾ നടത്താനുള്ള അനുവാദമുണ്ടാകണം. മാത്രമല്ല ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായ FCRകളെല്ലാം റിലീസ് ചെയ്യാനും അത് റിന്യൂ ചെയ്യാനും ഉള്ള അനുവാദം കിട്ടണം. കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല എന്താണ്. പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും സഭകളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തോടുകൂടി ഈ രീതിയിൽ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങൾ ഉത്തരേന്ത്യയിൽ അടക്കം ഉന്നയിച്ചുകൊണ്ട് പല ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം പോലും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പുവാണെന്നാണ് കരുതുന്നത്. അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടോ എന്ന് സഭകൾ സംശയിക്കുന്നുണ്ട്. കാരണം സഭകളുടെ പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും വ്യക്തികളെ സന്ദർശിക്കുകയും സഭാ നേതാക്കന്മാർക്ക് ക്രിസ്തുമസിനും മറ്റുള്ളതിനുമൊക്കെ വിരുന്ന് സൽക്കാരം നടത്തുകയൊക്കെ ചെയ്യുന്നത് സഭയുടെ നേതാക്കന്മാർ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് സഭകളുടെ മിഷൻ പ്രവർത്തന രംഗങ്ങളെ ഇത്രമാത്രം സ്ട്രിഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഇതെന്താണ് ഈ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം സഭയെ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം ആശങ്കയോടാണ് ഇതിനെ കാണുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം BJP നേതാക്കൾ പറയുന്നത് സഭാ നേതാക്കളൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സഭയുമായിട്ട് ഈ നേതാക്കൾ ആരെങ്കിലും നടത്തി? ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നതായ സമയത്ത് ഇപ്പോൾ എൻ്റെ സഭയിൽ തന്നെ പെട്ടതായ 3 FCRകൾ ബ്ലോക്ക് ചെയ്തിട്ട് 2 വർഷത്തിലധികമായി. അത് റിന്യൂ ചെയ്ത് തരാൻ യാതൊരു കാരണവും അവർ പറയുന്നില്ല. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് ആ വാക്കിന് അർത്ഥമില്ലെന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള സ്ഥാനാർത്ഥിയാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും BJP 2 മണ്ഡലങ്ങളിൽ കൂടി, തൊട്ടടുത്ത 2 മണ്ഡലങ്ങളിൽ കൂടിയുണ്ട്. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതല്ല, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളടക്കം ഈ സഭകളെയൊക്കെ തന്നെ ഒരു സമവായ നീക്കം അല്ലെങ്കിൽ അനുനയിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഞങ്ങളാരും അങ്ങനെയുള്ളത് നടത്തിയിട്ടില്ല. അദ്ദേഹമായിട്ട് പ്രത്യേകമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പം ഈ ബില്ല് വന്നു, അതിനുശേഷം അദ്ദേഹം കാണാനോ ഒന്നും വന്നിട്ടില്ല, ചോദിക്കുകയും ചെയ്തിട്ടില്ല. ചുമതലയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആശങ്കപ്പെടേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രൈസ്തവ സഭകളെ മാത്രമല്ല എല്ലാതിനെയും ബാധിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ സൂചനയൊന്നും കിട്ടുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇത്രയും നാളായിട്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നതായ FCR അക്കൗണ്ടുകൾ എന്തുകൊണ്ട് തുറന്നു തരുന്നില്ല? ആ തുറന്നു തരാനുള്ള ആശങ്കയാണ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം വളരെ നിയമം അനുസരിച്ചും നിയമപരമായി യാതൊരു പ്രയാസവുമില്ലാതെ ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിലാണ് FCR ഫണ്ടുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു തകരാറും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒന്നും അല്ല എന്നാ പറയുന്നത്. പിന്നെ എന്തിന്റെ പേരിലാണ്? ഹൈബിയുടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ പിതാക്കന്മാരെ മോദിയുടെ മുഖത്ത് നോക്കി ഈ വിഷയം ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മോദിയുമായിട്ട് ഡൽഹിയിൽ വെച്ച് കണ്ടതായ സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ജോൺ ബിർള അവിടെ കൽക്കട്ട എന്നുള്ള ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഈ ന്യൂനപക്ഷത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതായ വടക്കേ ഇന്ത്യയിലെ ഒരു രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച് വിജയിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടായിരുന്നത്. അവരോട് നേരിട്ട് ഞാൻ പോയി പറഞ്ഞിട്ടുള്ളതാണ് ഇത് മാറ്റണമെന്ന്. പക്ഷെ അവരൊന്നും ചെയ്യാമെന്ന് പറയുന്നത് അല്ലാണ്ട് ചെയ്യുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരുപാട് പേര് ഈ എന്തോ
FCRA അടക്കമുള്ള പുതിയ നിയമ ഭേദഗതികളെല്ലാം ന്യൂനപക്ഷ വേട്ടയുടെ തന്നെ ഭാഗമാണ് എന്നുള്ള അഭിപ്രായമാണ്. ന്യൂനപക്ഷങ്ങളെയാണ് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതുകൊണ്ട് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന സഹായങ്ങൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരുപാട് പേര് പിന്തുണ തേടി തെരഞ്ഞെടുപ്പ് കാലത്ത് അരമനയിലേക്ക് വരുന്നുണ്ട്. അതിൽ BJP-ക്കാരുണ്ട്. അവരോടൊക്കെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അപ്പോൾ ഒരു നിലപാട്? നമ്മൾ ഒരിക്കലും ഒരുത്തരോടും വൈരാഗ്യമായിട്ട് ഇടപെട്ടിട്ടില്ല. ഓർത്തഡോക്സ് സഭ പണ്ട് മുതലേ പറയുന്ന ഒരു സമവായ രീതിയിൽ പോകാനായിട്ട് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ രാഷ്ട്രീയമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ആൾക്കാർ ഈ 3 പാർട്ടിയിൽ പ്രധാനമായിട്ട് ഉണ്ട്. BJP-യിലും LDF-ലും UDF-ലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്, സ്ഥാനാർത്ഥികൾ വരെയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പക്ഷം പിടിക്കാനായിട്ട് ഒക്കുകയില്ല. സ്ഥാനാർത്ഥികളാരും നമ്മളോട് ആവശ്യപ്പെട്ടില്ല, ചോദിച്ചിട്ടില്ല, സമീപിച്ചാൽ ബില്ല് പിൻവലിക്കണമെന്നല്ല, ബില്ലിനകത്ത് വരുന്നതായ സഭകളെ വീർപ്പ് മുട്ടിക്കുന്നതായ കാര്യങ്ങൾ, അതായത് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമെന്നും അതുപോലെയുള്ളതായിരിക്കുന്ന ഏതെങ്കിലും കാരണവശാൽ ഈ FCRA അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായ ആ വ്യവസ്ഥകൾ മാറ്റി അതിന് മാറ്റണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിപ്പോ ഈ പുതിയ നേരത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞു. അത് 2 വർഷം മുമ്പാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ബില്ല് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ FCRAയുടെ പണം കൊണ്ട് വരുന്നതായ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനെയെല്ലാം അത് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നതൊരു കാര്യമാണ്. അതിന് മാറ്റം വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും അതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് മറ്റ് സഭകളുമായിട്ട് ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ പ്രതിഷേധം കൂടിയാണ് അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സഭകൾക്ക് വീർപ്പുമുട്ടൽ ഉണ്ടാക്കുന്ന ചില വ്യവസ്ഥകൾ ഈ നിയമ ഭേദഗതിയിലൂടെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ FCRAയുടെ ചട്ടം ലംഘിക്കുകയോ അതല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വത്തുവകൾ കണ്ടുകെട്ടും എന്നുള്ള ആ വ്യവസ്ഥ. അതോടൊപ്പം തന്നെ ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസ്ഥകളൊക്കെ, ഈ വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുന്നതാണ്. അതിനോട് സഭകൾക്ക് യോജിപ്പില്ല. അത്തരം വ്യവസ്ഥകൾ എടുത്ത് മാറ്റണം ഈ നിയമ ഭേദഗതിയിൽ നിന്ന് എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മാത്രമല്ല ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോഴും FCRAയുടെ രജിസ്ട്രേഷൻ വേണ്ടി കാത്തുകിടക്കുന്ന ധാരാളം അപേക്ഷകൾ കിട്ടിക്കിടക്കുന്നുണ്ട്. ആ അപേക്ഷകളിന്മേൽ തീരുമാനമുണ്ടാകണം എന്ന ഒരു ആവശ്യം കൂടി ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ കക്ഷിയോ മുന്നണിയോ ഒന്നും പ്രത്യേകമായി പിന്തുണയ്ക്കാൻ സഭ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സഭയുടെ വിശ്വാസികളായുള്ളവർ 3 പാർട്ടികളിലും പെട്ടവർ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.